ഹായ്, എല്ലാവർക്കും സൈക്കോപാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയശങ്കർ JP. അപ്പം നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴത്തെ വന്ന ബെല്ലൈക്കൺ അമർത്തുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Arduino UNO R3 എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡിന്റെ പിൻഔട്ട്സിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ Arduinoയിലേക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജാക്കാണ്. അത് ഈ കാണുന്ന ജാക്കാണ് നമ്മൾ Arduinoയിലേക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കൊരു 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ Vin എന്ന് പറഞ്ഞൊരു പിൻ ഇതിന് സിമിലർ ആയി തന്നെ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. Vin എന്ന് പറഞ്ഞ പിന്നെ ഇതാണ് Vin എന്ന് പറഞ്ഞ പിന്നെ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്താലും ഈ ജാക്കിലേക്ക് ഇൻപുട്ട് ചെയ്താലും ഒരേ എഫക്റ്റ് തന്നെയാണ് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് പറയുന്നത് Arduinoയുടെ GND പിന്നിനെ പറ്റിയാണ്. Arduinoയുടെ ഗ്രൗണ്ട് പിന്നാണ്. Arduinoയ്ക്ക് 3 GND പിന്നുകളുണ്ട്. അപ്പം ഗ്രൗണ്ട് പിൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഒരു നെഗറ്റീവ് ചാർജ് സപ്ലൈ ചെയ്യുന്ന പിന്നാണ് ഈ GND എന്ന് പറയുന്ന പിന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കോഡ് എഴുതിയിട്ട് ഒരു LED തെളിയിക്കാനായിട്ട് ഒരു പിന്നിലേക്ക് നമ്മളൊരു പോസിറ്റീവ് ചാർജ് വരുത്തുകയും നമുക്ക് നെഗറ്റീവ് ചാർജ് ഈ ഗ്രൗണ്ട് പിന്നിൽ നിന്നാണ് നമ്മൾ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് അതിനോട് ഫിക്സഡ് ആയിട്ടുള്ള 2 വോൾട്ടേജ് ആണ്, 5 വോൾട്ടും 3.3 വോൾട്ട്. 5 വോൾട്ട് 3.3 വോൾട്ട് എന്നീ 2 പിന്നുകൾ അവിടെ ഫിക്സഡ് ആയിട്ടുള്ള വോൾട്ടേജുകൾ നൽകപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു MQ സീരീസിലെ വല്ല സെൻസറോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ചിപ്പോ അതുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡിസ്പ്ലേ മോഡ്യൂൾ IR സെൻസർ ഇതുപോലെ Arduinoയിലേക്ക് കണക്ട് ചെയ്യാൻ നേരത്ത് അതിന് ആ മോഡ്യൂളിനെ വർക്ക് ചെയ്യുവാൻ ആവശ്യമായ ഒരു വോൾട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ ആ വോൾട്ടേജ് നമ്മൾ മറ്റൊരു ബാറ്ററിയിൽ നിന്നും കൊടുക്കുന്നതിലും കുറച്ചുകൂടി ബെറ്റർ അല്ലേ ഈ ഒരു പിന്നിൽ നിന്നും കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിൽ വെച്ചേക്കുന്നതാണ് ഈ 2 പിന്നുകൾ. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Arduinoയുടെ ഇതിൻ്റെ അകത്തുള്ള തന്നെ ഡിജിറ്റൽ പിൻസ് ആണ്. ഡിജിറ്റൽ പിൻസ് ആകെ 14 പിൻസ് ഉണ്ട്. 0 മുതൽ 13 വരെ 14 പിൻസുകളുണ്ട്. അപ്പം അതില് 14 പിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന പിന്നാണ് ഈ ഡിജിറ്റൽ പിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TX-RX പിന്നുകൾ. TX-RX പിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിൽ ഒരു ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഒരു വൈഫൈ മോഡ്യൂൾ അതുമല്ലെങ്കിൽ ഒരു GSM മോഡ്യൂൾ Arduino ആയിട്ട് കണക്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ആ മോഡ്യൂളുകൾ കണക്ട് ചെയ്യുവാനായി ഉപയോഗിക്കുന്ന 2 പിന്നുകളാണ് RX TX പിൻ. അപ്പം അതിന്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വെറുതെ നോക്കി തന്നെ കാണാവുന്ന മറ്റൊരു പിന്നാണ് ഈ കാണുന്ന ഒരു ജാക്ക്. ഈ ജാക്കിന്റെ പ്രത്യേകത ഈ ജാക്ക് USB പോർട്ടുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ Arduinoയുടെ അകത്തേക്ക് കോഡ് എഴുതി ചേർക്കുന്നത്. ഇനിയും അടുത്തതായിട്ട് കാണുന്ന കുറച്ച് പിന്നുകളാണ് ഈ അനലോഗ് പിൻ എന്ന് പറഞ്ഞാൽ. അനലോഗ് പിൻ എന്ന് പറഞ്ഞാൽ അനലോഗ് ഡാറ്റ റീഡ് ചെയ്യാനായി സഹായിക്കുന്ന പിന്നാണ് ഈ അനലോഗ് പിൻ എന്ന് പറയുന്നത്. അപ്പം അനലോഗ് പിന്നെ 6 എണ്ണം ഉണ്ട്. A0 മുതൽ A5 വരെയാണ് അവ. അപ്പം അനലോഗ് പിന്നുകളിൽ നമുക്ക് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഇപ്പോൾ ഒരു MQ6 എന്ന് പറഞ്ഞ ഒരു സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. MQ6ന്റെ അകത്തേക്ക് അതിന്റെ ഗ്യാസിന്റെ അല്ലെങ്കിൽ സ്മോഗിന്റെ വാല്യൂ ഒരു ഇത്ര ശതമാനമാണ് അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് സെൻസർ സെൻസ് ചെയ്തു. അപ്പൊ ആ വാല്യൂ നമുക്ക് Arduino എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡിന്റെ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഗ്രാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുപോലുള്ള വാല്യൂകൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പിന്നാണ് ഈ പറയുന്നത് A0 മുതലുള്ള A5 വരെയുള്ള പിന്നുകൾ. അതുമല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിസ്പ്ലേ മോഡ്യൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് A0 മുതൽ A5 വരെയുള്ള പിന്നുകളുടെ സഹായത്തോടു കൂടിയാണ്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന Arduinoയുടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആദ്യമായി ഉള്ളതാണ് Arduinoയുടെ ഓൺ ഇൻഡിക്കേറ്റർ. ഇതൊരു പച്ച ലൈറ്റ് ആണ്. ഈ ലൈറ്റ് തെളിയുന്നത് Arduinoയിലേക്ക് സപ്ലൈ വന്നിട്ടുണ്ടോ എന്നറിയാനാണ്. കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ലൈറ്റ് തെളിയുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ RX TX പിന്നിന്റെ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ RX TX പിന്നിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈ അല്ലെങ്കിൽ ഒരു GSM മോഡ്യൂൾ അവ കണക്ട് ചെയ്ത് കഴിയാൻ നേരത്ത് ഈ RX TX എന്ന പിന്നുകളിൽ കിട്ടുന്ന സിഗ്നൽ അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ ഇത് വെച്ച് നമുക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ശരിയാണോ, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
അടുത്തതായിട്ട് ഈ എൽ എന്ന് പറഞ്ഞ ഈ LED ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഈ 13ാമത്തെ നമ്പർ പിന്നുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു LED ആണ് ഈ എൽ എന്ന് പറഞ്ഞത്. 13ാമത്തെ നമ്പറിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അത് ഈ LEDയെ അഫക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു ഡിവൈസിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ Arduino UNO R3 എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ആ ചെറിയ കോഡ് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതിനു മുമ്പ് Arduino ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണുക. അടുത്ത എന്റെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Arduino UNO R3 എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡിൽ നമ്മളൊരു കോഡ് എഴുതി ചേർക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് കോഡാണ്. അപ്പം നിങ്ങൾക്ക് കോഡിങ്ങിന്റെ ബേസിക്സ് ആണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഇനി അത് അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മൾട്ടിപർപ്പസ് റോബോട്ടിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ ബൈ.